ആശാ പവർ ബ്രാൻഡിങ്ങിൽ വരുന്ന 3kV 24 വോൾട്ട് ഒരു സോളാർ PC ആണ് കാണുന്നത്. 80 ആംപിയറിന്റെ ഇൻബിൽറ്റ് MPPT വരുന്ന മോഡലാണ്. 3500 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. 110 വോൾട്ട് ആണ് ഇതിന്റെ VOC സപ്പോർട്ട് ചെയ്യുന്നത്. സോളാർ പാനലുകൾ 2 എണ്ണം സീരീസ് ചെയ്ത് അതിന്റെ 3 സ്ട്രിംഗ് വരെ നമുക്ക് സിസ്റ്റത്തിൽ പാരൽ ചെയ്ത് ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 2400 വാട്ട്സ് ആണ്. ഇത് ഫുൾ കോപ്പർ ട്രാൻസ്ഫോമർ ഇൻവെർട്ടർ ആണ്. അതുപോലെ തന്നെ വളരെ ഹെവി ആയിട്ടുള്ള PCB ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. DSP ബോർഡാണ്. അതുപോലെ തന്നെ സീറോ ഐഡിയൽ പവർ കൺസംഷൻ ഒക്കെയാണ്. ലോഡില്ലാത്ത സമയത്തുള്ള പവർ കൺസംഷൻ ഒക്കെ അപ്രോക്സിമേറ്റ്ലി 0 ആണെന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നല്ല റഗ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. പെട്ടെന്ന് മോസ്ഫെറ്റുകൾ ഡാമേജ് ആകാത്ത രീതിയിലുള്ള ടെക്നോളജിയാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ്നിങ് സർജസ് ഇഷ്യൂസ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഈ ആശാ പവറിന്റെ റോവർ 3024 എന്ന് പറയുന്ന 3kV 24 വോൾട്ട് ലിഥിയം കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഹൈബ്രിഡ് PCU ആണ്. ലിഥിയം ബാറ്ററി അതുപോലെ തന്നെ ലെഡ് ആസിഡ് ബാറ്ററി ഏത് വേണമെങ്കിലും ഇതിൽ കണക്ട് ചെയ്യാം. കൃത്യമായിട്ടുള്ള സെറ്റിംഗ്സുകളിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഏത് ബാറ്ററി ആണെങ്കിലും ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. 80 ആംപിയർ ആണ് ഇതിന്റെ MPPTയുടെ കപ്പാസിറ്റി വരുന്നത്. പകൽ സമയത്ത് ബാറ്ററി ചാർജിങ്ങിനോടൊപ്പം തന്നെ ലോഡ് ഷെയറിംഗ് ഒരേപോലെ തന്നെ സാധ്യമാകുന്നതാണ് ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട്. ഒരു പ്രീമിയം 3kV ഇൻസ്റ്റലേഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള സോളാർ PCU ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും പ്രീമിയം രീതിയിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച സോളാർ PCUകളിൽ ഒന്നാണിത്. കംപ്ലൈന്റ് ഫ്രീ ആയിട്ട് അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 24 വോൾട്ടിൽ 2400 വാട്ട്സ് വരെ നമുക്ക് പീക്ക് ലോഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇവിടെ ഈ ബാക്കപ്പ് അല്ലെങ്കിൽ ലോഡ് ഓൺ സോളാർ എന്ന് പറയുന്ന ഒരു മെയിൻ ഏരിയ ഉണ്ട്. അത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഉപയോഗം സോളാറിലാണ് നടക്കുന്നതാണ് അതിന്റെ അർത്ഥം. പിന്നെ നിലവിൽ നമ്മൾ ഗ്രിഡ് ചാർജർ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. ഗ്രിഡ് ചാർജർ ഓൺ ആവില്ല. പിന്നെ ബാറ്ററി ഓവർലോഡ് അതിന് ഇൻഡിക്കേഷൻസ് വരും. സോളാർ ചാർജിങ് ആണെങ്കിലും ഈ ബ്ലൂ LED തെളിഞ്ഞിട്ടുണ്ടാവും. പകൽ സമയത്ത് മിക്കപ്പോഴും ഇത് ഓൺ ആയിരിക്കും. പിന്നെ ഗ്രിഡ് പവർ ഉണ്ടെങ്കിൽ ഈ LED ബ്ലിങ്കിങ് ആയിരിക്കും. രാത്രി സമയത്തേക്ക് KCBയിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറും. ഇതാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത്. പിന്നെ ഇതൊന്ന് ലോങ് പ്രസ് ചെയ്ത് ക്വിക്ക് സെറ്റിങ്ങിലോട്ട് കയറാൻ സാധിക്കും. ഇൻവെർട്ടർ ഓണാക്കാനും ഓഫാക്കാനുള്ള സ്വിച്ചുകളാണ് ഈ ഓൺ ഓഫ് സ്വിച്ചുകൾ. ഈ ഓഫ് സ്വിച്ച് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഓഫ് ആവും. അതിപ്പോൾ കറണ്ട് പോയാൽ ബാക്കപ്പ് കിട്ടില്ല. അതുപോലെ തന്നെ ഈ ഓൺ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് ഇൻവെർട്ടർ വീണ്ടും ഓൺ ആവും. ഇപ്പോൾ നമുക്ക് നിലവിലെ ബാക്കപ്പിലല്ല, ഇത് ബ്ലിങ്കിങ് ആണ് ചെയ്യുന്നത്. ഇനി സിസ്റ്റം റെഡിയാക്കി കഴിയുമ്പോൾ അത് സ്റ്റഡി ആവുന്നതിനർത്ഥം വീണ്ടും സോളാറിലോട്ട് മാറുന്നതാണ്. ഇപ്പം നിലവിലെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് സോളാറിലും രാത്രി ബാറ്ററി 50% ആവുന്നതും വരെ ബാറ്ററിയിൽ പോകും. അതിനുശേഷം KCBയിലേക്ക് ഷിഫ്റ്റ് ആവും. ഇത് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഇൻസ്റ്റലേഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്.